നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാൻ വേണ്ടി പറയാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാൻ കഴിയുമോ? കഴിയും. വളരെ ഭംഗിയായിട്ട് നിർത്താതെ ഫ്ലുവൻസിയോട് കൂടി പറയാൻ കഴിയും. അതിന് എന്താ ചെയ്യുന്നത് അറിയോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ടിട്ട് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐ ഗ്യാരണ്ടി യു ക്യാൻ സ്പീക്ക് വെരി വെൽ. ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ തുടങ്ങിയാലോ? കണ്ടോളി. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ, ഞാൻ അത് ചെയ്തു, അതിനുശേഷം അത് ചെയ്തു, അതിനുശേഷം ഞാൻ അവിടെ പോയി, അതിനുശേഷം അപ്പോൾ അതിനുശേഷം അല്ലേ, വീണ്ടും വീണ്ടും പറയേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഒരേ വേർഡ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു കേൾക്കുന്നവർക്കൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു അതിനുശേഷം പറയാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വ്യത്യസ്ത വേർഡ്സുകളുണ്ട്. കണ്ടോളി. ആഫ്റ്റർ ദാറ്റ്, ദെൻ, ലേറ്റർ, ആൻഡ്, ലേറ്റർ ഓൺ, ആഫ്റ്റർ വേർഡ്സ്. ഈ വേർഡ്സുകളൊക്കെ എന്ത് ചെയ്യുക? മാറ്റി മാറ്റി ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ്. കേൾക്കുന്നവർക്കും എന്താണ്? സൂപ്പറായി. തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് രീതികളുണ്ട്. ഒന്ന് വളരെ സിമ്പിളായിട്ട് ആർക്കും പറയാൻ കഴിയും. രണ്ടാമത് ഒന്നും കൂടി സ്റ്റാൻഡേർഡ് കൂടിയതാണ്. രണ്ടും നോക്കാം. ഒന്നാമതാണ് വോക്കപ്പ്. വോക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം, ഇവിടെ ചേർക്കണം കേട്ടോ, ഐ ചേർക്കണം, മറക്കരുത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇന്നലത്തെ കുറിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം. യെസ്റ്റർഡേ ഐ വോക്കപ്പ്. എന്താണ്? യെസ്റ്റർഡേ ഐ വോക്കപ്പ് അറ്റ് 6 o'clock. സമയം കാണിക്കണ്ടേ? അപ്പോൾ സമയത്തിന് മുന്നേ അറ്റ് ചേർക്കാം. ഓക്കെ. ഒന്നാണ് യെസ്റ്റർഡേ ഐ വോക്കപ്പ് അറ്റ് 6 o'clock. ഇന്നലെ ഞാൻ 6 മണിക്ക് എണീറ്റു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. അതിനുശേഷം ഞാൻ എൻ്റെ പല്ല് തേച്ചു. എന്താണ്? യെസ്റ്റർഡേ ഐ വോക്കപ്പ് അറ്റ് 6 o'clock. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. അപ്പോൾ ആ രണ്ട് സെൻറ്റൻസ് ഒരുമിച്ചൊക്കെ പറഞ്ഞു. സിമ്പിൾ അല്ലേ? ഇനി അടുത്താണ്, ഇനി വീണ്ടും ആഫ്റ്റർ ദാറ്റ് എന്ന് ഉപയോഗിക്കണ്ട, മാറ്റി പിടിക്കാം. ദെൻ, പിന്നെ അല്ലെങ്കിൽ പിന്നീട് ദെൻ ഐ ടുക്ക് എ ബാത്ത്. ഐ ടുക്ക് എ ബാത്ത്, ഞാൻ കുളിച്ചു എന്നർത്ഥം, ഞാൻ കുളിച്ചു. ഇനി ഈ 3 സെന്റൻസ് കൂടി ഒരുമിച്ച് പറയുമ്പോഴോ ഒന്ന് ഫ്ലുവൻസി വന്നില്ലേ? ചെറിയ ചെറിയ സെന്റൻസ് ഇങ്ങനെ ഒരുമിച്ച് നിർത്താതെ പറയാം, അതല്ലേ ഫ്ലുവൻസി. കണ്ടോളി. യെസ്റ്റർഡേ ഐ വോക്കപ്പ് അറ്റ് 6 o'clock. After that, I brushed my teeth. Then I took a bath. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. കുറച്ചൊക്കെ അഭിനയിച്ച് ചെയ്യട്ടോ. നമുക്ക് പറയാൻ അവസരങ്ങളില്ല, സംസാരിക്കാൻ അവസരങ്ങളില്ല എന്നൊക്കെ പറയും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ടോക്കാണ്. സ്വയം സംസാരിക്കുക. കുറച്ചൊക്കെ അഭിനയിച്ച് സംസാരിക്കണം. എന്ത് ചെയ്യണം? ജസ്റ്റ് അഭിനയിക്കുക. ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഒരാളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുക. ഇൻ്റർവ്യൂ പോലെ ജസ്റ്റ് ഒരാളോട് വിചാരിക്കുന്നൊരു കുഴപ്പമില്ലല്ലോ, വിചാരിച്ചോളൂ. അതിന് പൈസ ഒന്നും വേണ്ടല്ലോ, വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ചോദ്യം വളരെ മനോഹരമായിരുന്നു. എൻ്റെ ഇന്നലത്തെ കുറിച്ചില്ല. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. യെസ്റ്റർഡേ ഐ വോക്കപ്പ് അറ്റ് 6 o'clock. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ദെൻ ഐ ടുക്ക് എ ബാത്ത്. ഇതുപോലെ അഭിനയിക്കുക, സെൽഫ് ടോക്ക്. ഇനി അടുത്ത് നോക്കാം. അടുത്താണ് ലേറ്റർ. പിന്നീട് ലേറ്റർ ഐ ഗോട്ട് ഡ്രസ്ഡ്. ഐ ഗോട്ട് ഡ്രസ്ഡ്, ഞാൻ ഡ്രസ്സ് ധരിച്ചു എന്നായി, വസ്ത്രം ധരിച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ 4 സെൻറ്റൻസുകളായി. ഈ 4 നമുക്ക് നോക്കാതെ പറയാൻ കഴിയൂലേ? കാണിച്ചു തരാം. കണ്ടോളി. ഇപ്പോൾ നിങ്ങളാണ് എന്നോട് ചോദിച്ചു വിചാരിക്കുക, അത് സാറിൻ്റെ ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു ഒന്ന് പറയാൻ കഴിയുമോ? എന്താ പറയാം? ഓക്കെ. ഇന്നലെ കുറിച്ചില്ലേ, ജസ്റ്റ് ഒക്കെ ഒന്ന് പറയാം, അഭിനയിച്ച് പറയാം. യെസ്റ്റർഡേ ഐ വോക്കപ്പ് അറ്റ് 6 o'clock. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. Then I took a bath. Later I got dressed. അല്ലേ? ഈ 4 സെൻറ്റൻസ് പറയാൻ കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് കഴിയും. ഇനി അടുത്താണ് സ്വാഭാവികമായിട്ട് നമ്മളത് അല്ലേ, ഡ്രസ്സൊക്കെ ധരിച്ചു, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് പറയാം. കണ്ടോളി. ഐ എയ്റ്റ്. ഈറ്റ് എന്ന് പറയുന്ന അല്ലെ കഴിക്കുക, അതിൻ്റെ പാസ്റ്റാണ് എയ്റ്റ്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? ഹാവിന് കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? അപ്പോൾ അതിൻ്റെ പാസ്റ്റ് എന്താണ്? ഹാഡ്. അപ്പോൾ എന്തായി? ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ ഫാമിലി. എന്താണ്? ഐ എയ്റ്റ് എന്ന് പറയട്ടോ. ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ ഫാമിലി. എൻ്റെ ഫാമിലിയുടെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓക്കെ.
എയ്റ്റ് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഹാഡ് പറഞ്ഞോളൂ. ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. ഇനി അടുത്താണ് ആൻഡ് ഐ വെന്റ് ടു വർക്ക്. ആൻഡ് ഐ വെന്റ് ടു വർക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ജോലിക്ക് പോയി. ഐ വെന്റ് ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയി എന്നാണ്. ഇനി നിങ്ങൾ ഇവിടുന്ന് ഇവിടം വരെ നിർത്താതെ പറയുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഫ്ലുവൻസി. അതിനാണ് ഫ്ലുവൻസി എന്ന് പറയാ. ഇതാ കണ്ടു നോക്കൂ. Yesterday I woke up at 6 o'clock. After that I brushed my teeth. Then I took a bath. Later I got dressed. Later on I had breakfast with my family. Then I went to work. And I went to work. And I went to work. ഇവിടെ ഉണ്ടോ? ഇവിടെ നമ്മൾ ഇവിടം വരെ നിർത്താതെ പറഞ്ഞില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷെ നിങ്ങൾ ശ്രമിക്കണം. ഇതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്തിട്ട് പോകരുത്. എന്ത് ചെയ്യുക? ജസ്റ്റ് പറയാ. നിർത്താതെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ കഴിയുന്നില്ലേ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിരിക്കും. വാശി വെക്കണം. ഞാൻ എടുത്ത് നോക്കണം. അടുത്ത നമുക്ക് പറയാം. ലേറ്റർ ഓൺ എന്താണ്? ഐ കെയിം ബാക്ക് ഹോം ബൈ ഈവനിങ് എന്ന് പറയാം. എന്താണ്? ലേറ്റർ ഓൺ ഐ കെയിം ബാക്ക് ഹോം ബൈ ഈവനിങ്. എന്തർത്ഥം? വൈകുന്നേരത്തോടു കൂടി ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു എന്നായി. ഐ കെയിം ബാക്ക് ഹോം ബൈ ഈവനിങ്. അതിനുശേഷം ഐ റെഡ്. ഇത് റീഡ് അല്ല കേട്ടോ, പ്രസന്റിലാണ് റീഡ് വരിക. സ്പെല്ലിംഗ് സെയിം ആട്ടോ. എന്താണ്? READ. സ്പെല്ലിംഗ് സെയിം ആണ്. പക്ഷെ ഇതിന്റെ പാസ്റ്റ് കഴിഞ്ഞു പോയത് റെഡ് വായിക്കാം. ഐ റെഡ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം വായിച്ചു. Then I went to bed. ഇനി ഇതേ സംഭവം നിങ്ങൾ ചെയ്യണം. സ്റ്റാർട്ടിങ് മുതൽ ഇവിടുന്ന് ഇവിടം വരെ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കൂ. ദാറ്റ്സ് കോൾഡ് ഫ്ലുവൻസി. ഇതാ കണ്ടു നോക്കൂ. Yesterday I woke up at 6 o'clock. After that I brushed my teeth. Then I took a bath. Later I got dressed. And I had breakfast with my family. Later on I went to work. Afterwards I came back home by evening. Then I read a book. After that I went to bed. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിർത്താതെ പറയാൻ കഴിയും. പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലോ ആക്കിയിട്ട് പറയാം കേട്ടോ. കുറച്ച് സ്ലോ ആക്കിയിട്ട് ഓരോ സെൻറ്റൻസ് പറയുമ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് സമയം കൊടുത്തിട്ട് പതുക്കെ പറയാം. ആദ്യം വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പതുക്കെ നമ്മുടെ ആ ഒരു നോർമൽ സ്പീഡിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഇവിടുന്ന് ഇവിടം വരെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നോക്കാം. ആദ്യം നോക്കിയിട്ട് ഒരു 2-3 തവണ ചെയ്തോളൂ പ്രാക്ടീസ്. അത് കഴിഞ്ഞിട്ട് നോക്കാതെ ചെയ്യണം പ്രാക്ടീസ്. കഴിയും. വളരെ സിമ്പിളാണ്. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു മാറ്റം വരും. കോൺഫിഡൻസ് കൂടും അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ ലെവലാണ് കേട്ടോ. എന്താണ്? നമുക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കും. ഇങ്ങനെ ഇപ്പോൾ ഈ എണീറ്റ് പല്ലി തേച്ച് കുറിച്ച് അതൊന്നും എനിക്ക് പറയണ്ട. അത് കുറച്ചൊരു സ്റ്റാൻഡേർഡായിട്ട് പറയണം. കണ്ടോളി, ഞാൻ പറയാണ്. യെസ്റ്റർഡേ ഐ ചേർക്കണം കേട്ടോ. യെസ്റ്റർഡേ ഇന്നലെ ഐ മെറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുമുട്ടി. മെറ്റ്, മീറ്റിന്റെ പാസ്റ്റ് ആണ് മെറ്റ്. ഐ മെറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, then നോ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് എന്ന് ചേർക്കാവുന്നതാണ്. ഓക്കെ, then അയ്യണ്ട, നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയല്ലോ. അപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ ഒരുമിച്ചല്ലേ. then അതിനുശേഷം എന്ത് ചെയ്തു? then we went to coffee shop. ഞങ്ങൾ എന്ത് കോഫി ഷോപ്പിൽ പോയി. ഓക്കെ, later we drank coffee together. പിന്നീട് we drank coffee together. ഞങ്ങൾ ഒരുമിച്ച് എന്ത് കോഫി കുടിച്ചു. ഓക്കെ, and ഇനി വേണമെങ്കിൽ നമുക്ക് and എടുക്കാവുന്നതാണ്. and we spent. ഞങ്ങൾ ചെലവഴിച്ചു. ഞങ്ങൾ ചെലവഴിച്ചു an hour. 1 മണിക്കൂർ ചെലവഴിച്ചു. എവിടെ? ഇൻ ദ പാർക്ക്.
We spent an hour in the park. ഇനി നമുക്ക് അടുത്ത് പറയണം, സ്വാഭാവികമായിട്ടും പാർക്കിൽ 1 മണിക്കൂർ ചെലവഴിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാണും അല്ലേ? കണ്ടോളൂ. then അല്ലെങ്കിൽ ലെറ്റർ ഓണോ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. ചേർത്തിട്ട് പറയാം, we discussed, ഞങ്ങൾ ചർച്ച ചെയ്തു. we discussed many things. അല്ല നമുക്ക് ആൻഡ് ചേർക്കാവുന്നതാണ്. we spent an hour in the park and we discussed many things. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നായി. later പിന്നീട് we had lunch together. ഞങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ചു എന്നായി. after that we planned ഞങ്ങൾ പ്ലാൻ ചെയ്തു. we planned a short trip. ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്നായി. ഓക്കെ, ഇനി ഇവിടെ വരെ നിർത്താൻ പറഞ്ഞു നോക്കൂ അല്ലേ? ഒരു വലിയൊരു കേൾക്കുന്ന ആൾക്ക് ഫ്ലുവൻസിയാണത്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. പറഞ്ഞു നോക്കൂ. yesterday I met my best friend. After that we went to coffee shop. Then we drank coffee together. Later we spent an hour in the park and we discussed many things. Later on we had lunch together. Afterwards we planned a short trip. Okay, ഇപ്പൊ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം പറയാണ്, after that we went home. ഞങ്ങൾ വീട്ടിൽ പോയി. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി, പിരിഞ്ഞു പോയി. we went home. Okay, then I, ഇനി I ആണ്, ഞാൻ പറയാം, ഞാൻ ഉറങ്ങിയല്ലോ. then ഇവിടല്ല, സോറി, ആദ്യം പറയാം. then around 10 o'clock I went to bed. then around 10 o'clock 10 മണിയോട് കൂടി I went to bed. ഞാൻ ഉറങ്ങാൻ പോയി അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയതായി. ഇനി ഇവിടം വരെ നിർത്താതെ പറഞ്ഞു നോക്കൂ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നോക്കിയിട്ട് ഒരു 3-4 തവണ പറയാം. എന്നിട്ട് നോക്കാതെ പറയാം, ക്ഷമിക്കാം. കഴിഞ്ഞില്ലേ, വീണ്ടും നോക്കുക. അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊണ്ട് പറയാൻ കഴിയുന്നുണ്ട് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. എന്നിട്ട് കേട്ട് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, നിർത്താതെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എടുത്തോളി. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം, പറഞ്ഞു നോക്കണം. ഓക്കെ, എടുത്തല്ലോ.